നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവുമായി മുസ്ലിം സഹോദരങ്ങൾ ബക്രീദ് അഥവാ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ജുമാ മസ്ജിദുകളിലെല്ലാം വിപുലമായ ചടങ്ങുകൾ, സ്നേഹവും സൗഹാർദ്ദവും പങ്കുവച്ച് വിശ്വാസികൾ. കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ട ചെങ്ങന്നൂർ സ്വദേശി മാത്യു തോമസിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആദരാഞ്ജലി അർപ്പിച്ചു. പാണ്ടനാട്ടെ വീട്ടിലെത്തിയാണ് ആദരാഞ്ജലി അർപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ സഹായം ഉറപ്പാക്കുമെന്ന കേന്ദ്രമന്ത്രി. ആലപ്പുഴയിലെ ചില മാധ്യമപ്രവർത്തകരെ രൂക്ഷമായി വിമർശിച്ച് മുൻമന്ത്രി ജി സുധാകരൻ. തന്റെ കയ്യിൽ ഗുണ്ടകൾ ഇല്ലാത്തതിനാലാണ്, അല്ലെങ്കിൽ അടി കുടിപ്പിച്ചേനെയെന്നും ജി സുധാകരൻ. ചേർത്തല പഴങ്കുളത്ത് നടക്കുന്ന നീന്തൽ പരിശീലന ക്യാമ്പിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ സന്ദർശനം നടത്തി. ജലദുരന്തങ്ങൾ നേരിടാൻ നീന്തൽ പരിശീലനം യുവാക്കൾക്ക് കരുത്തു പകരുമെന്ന ജില്ലാ പോലീസ് മേധാവി. ആലപ്പുഴ രൂപതാ ബിഷപ്പായിരുന്ന ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പുഴയ്ക്ക് അർത്തുങ്കലിൽ സ്മരണാഞ്ജലി. അർത്തുങ്കൽ ബസലിക്ക ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ബക്രീദ് അഥവാ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. മസ്ജിദുകളിലെല്ലാം പ്രത്യേകമായ പ്രാർത്ഥനാ ചടങ്ങുകൾ, സ്നേഹവും സൗഹാർദ്ദവും പങ്കുവച്ച വിശ്വാസികൾ. ആത്മസമർപ്പണത്തിൻ്റെയും മഹാത്യാഗത്തിൻ്റെയും സ്മരണ പുതുക്കിയാണ് മുസ്ലിം സഹോദരങ്ങൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചത്. പ്രവാചകനായ ഇബ്രാഹിം നബിക്ക് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ മകനാണ് ഇസ്മായിൽ. അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ഇസ്മായിലിനെ ബലി കൊടുക്കാൻ തയ്യാറായെങ്കിലും നടന്നില്ല. തുടർന്ന് മൃഗത്തെ ബലി കൊടുത്തെന്നാണ് വിശ്വാസം. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. ബലിപ്പെരുന്നാൾ ബക്രീദ് എന്നും വലിയ പെരുന്നാളെന്നും അറിയപ്പെടുന്നു. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടിയുറച്ച വിശ്വാസത്തിൻ്റെയും സന്ദേശമാണ് ബലിപ്പെരുന്നാൾ ലോകത്തിന് നൽകുന്നത്. പരസ്പര സ്നേഹവും സാഹോദര്യവും പങ്കുവച്ചാണ് വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചത്. ബക്രീദ് ആഘോഷത്തിൻ്റെ ഭാഗമായി നാടെങ്ങുമുള്ള ജുമാ മസ്ജിദുകളിലും മുസ്ലിം ഭവനങ്ങളിലുമെല്ലാം പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരത്തിന് നൂറുകണക്കിന് വിശ്വാസികളാണ് എത്തിയത്. നിസ്കാരം തുടങ്ങുന്നതിന് മുൻപ് വിശ്വാസികളെ കൊണ്ട് പള്ളി നിറഞ്ഞു. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളിൽ എല്ലാവരും മുഴുകി. പ്രവാചകന്റെ ത്യാഗമനസ്ഥിതിയെ അനുസ്മരിപ്പിച്ചുള്ള പ്രഭാഷണത്തിനും ബലിപ്പെരുന്നാൾ നിസ്കാരത്തിനും ചീഫ് ഇമാം ആബിദ് ഹുസൈൻ മിസ്ബാഹി നേതൃത്വം നൽകി. നിസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം ആലിംഗനം ചെയ്ത് ഈദ് സന്ദേശം കൈമാറി. തുടർന്ന് മധുരപാനീയങ്ങളും വിതരണം ചെയ്തു. ടൈം ന്യൂസ്, ചേർത്തല. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് കായംകുളം MSM കോളേജ് മൈതാനിയിൽ ഈദ് ഗാഹ് സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ത്യാഗസ്മരണകൾ ഉണർത്തി കായംകുളത്തെ വിശ്വാസികൾ MSM കോളേജ് മൈതാനിയിലെ ഈദ് ഒരുമിച്ചുകൂടി. സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് MSM കോളേജ് ഗ്രൗണ്ടിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചത്. പ്രാർത്ഥനയ്ക്കും ഖുത്ബയ്ക്കും NM അബ്ദുൽ ജലീൽ പാലക്കാട് നേതൃത്വം നൽകി. അല്ലാഹുവിന്റെ പണി പോലും ഏറ്റെടുത്ത ഔലിയാക്കന്മാരെ ഇന്ന് പരിചയപ്പെടുത്താൻ ചില പണ്ഡിത വേഷധാരികൾ മത്സരിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങേണ്ടവരാ, ചടഞ്ഞിരിക്കേണ്ടവരാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മിന്നത്ത് പിൻപറ്റുന്നവരാണെന്നോ വലിയ അഭിമാനത്തോടെ പറയുന്ന നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്തമില്ലേ? തീർച്ചയായുമുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളായ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്, അല്ലേ? മുടിയും പൊടിയുമൊക്കെ ജീവിതോപാധികളാക്കി അതൊക്കെ ഈ ഇവിടെയുള്ള വിശ്വാസ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നുള്ള മാർഗങ്ങളാക്കുമ്പോ ചടഞ്ഞിരിക്കേണ്ടവരല്ല നമ്മൾ. ഇബ്രാഹിം പ്രവാചകന്റെയും കുടുംബത്തിന്റെയും സമ്പൂർണമായ ദൈവത്തിലുള്ള സമർപ്പണം ജീവിത മാതൃകയാക്കുവാൻ വിശ്വാസി സമൂഹം തയ്യാറാവണമെന്ന് അദ്ദേഹം പ്രഭാഷണത്തിൽ ഉദ്ബോധിപ്പിച്ചു. ആ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശം ലോകത്തിന് പകർന്നു നൽകുവാനുള്ള ബാധ്യത ഓരോ വിശ്വാസിക്കും ഉണ്ട്. നമ്മുടെ രാജ്യത്തെ പ്രതിസന്ധികളോട് ക്ഷമയോടെ വർത്തിക്കുകയും ലോകത്തെവിടെയുമുള്ള മനുഷ്യർക്ക് വേണ്ടിയും ഭാവി തലമുറയ്ക്ക് വേണ്ടിയും ഭക്തിയോടെ ജീവിക്കുവാൻ വിശ്വാസികൾ സദാ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന ഈദ്ഗാഹിൽ പരസ്പരം സന്ദേശങ്ങൾ കൈമാറിയും ആശ്ലേഷിച്ചും പെരുന്നാൾ സന്തോഷങ്ങൾ പങ്കുവച്ചു.
സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ ഷാജഹാൻ, കൺവീനർമാർ ഹസൻ കുഞ്ഞുതയ്യിൽ, വൈ ഇർഷാദ്, നിസാർ ഫറൂഖി, അഷ്റഫ് കാവേരി, ഹസീബ് ചിത്തിനെഴുത്ത്, മുഹിയുദ്ദീൻ ഷാ, ഷിബിലി, സലീം കടശ്ശേരി, നസീർ ഷമീദ്, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംഘാടനത്തിന് നേതൃത്വം നൽകി. ടൈം ന്യൂസ്, കായംകുളം. ബക്രീദ് ആഘോഷത്തിന്റെ ഭാഗമായി ആലപ്പുഴ തിമിർപ്പ് സംഘടിപ്പിച്ച പരിപാടികൾ ശ്രദ്ധേയമായി. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ബക്രീദ് പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി തിമിർപ്പ് സംഘടിപ്പിച്ച കലാപരിപാടികൾ എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. സക്കറിയ ബസാർ ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ സിനിമാ താരം ഉഷ ഹസീന അധ്യക്ഷയായി. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവർ സംസാരിച്ചു. ആദ്യകാല സിനിമാ താരവും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ MA അമാനെ ജനപ്രതിനിധികൾ ആദരിച്ചു. ടൈനോസ് ആലപ്പുഴ. ചേർത്തല പഴംകുളത്ത് നടക്കുന്ന നീന്തൽ പരിശീലന ക്യാമ്പിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ സന്ദർശനം നടത്തി. നീന്തൽ പരിശീലനം ജല ദുരന്തങ്ങൾ നേരിടാൻ യുവാക്കൾക്ക് കരുത്തു പകരുമെന്ന് ജില്ലാ പോലീസ് മേധാവി. മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർത്തല നഗരസഭയും വേൾഡ് മലയാളി ഫെഡറേഷനും ഓസ്ട്രേലിയയിലെ പെർത്ത് യുണൈറ്റഡ് മലയാളി അസോസിയേഷനും ചേർന്ന് ചേർത്തല പഴംകുളത്ത് നടത്തിവരുന്ന നീന്തൽ പരിശീലന ക്യാമ്പിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS സന്ദർശനം നടത്തി. നീന്തൽ പരിശീലകരുമായി SP ആശയവിനിമയം നടത്തി. ജലസാന്ദ്രത ധാരാളമുള്ളതും അടിക്കടി ജലപ്രളയം ഉണ്ടാകുന്നതുമായ നമ്മുടെ നാട്ടിൽ നീന്തൽ പരിശീലനം അനിവാര്യമാണെന്ന് SP പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഇതിവിടെ നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ നല്ലൊരു പ്രവൃത്തിയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആക്ച്വലി കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മൾ എല്ലാ തവണയും കേൾക്കുന്നതാണ്, ഓരോ തവണ മൺസൂൺ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ വെള്ളത്തിൽ പോയിട്ട് അപകടങ്ങൾ സംഭവിക്കുന്നത്. നോർമലി ഞാൻ പബ്ലിക് പ്രോഗ്രാംസ് പരമാവധി ഒഴിവാക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതിന് ഞാൻ വരാമെന്ന് വിചാരിച്ചതൊന്ന്, നിങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇത്രയും കുട്ടികൾ ഇൻവോൾവ് ആണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു പുതിയൊരു തലമുറ എന്താ പറയുക, വേറെ ബാഡ് ഹാബിറ്റ്സിലോട്ടൊന്നും പോകാണ്ട് നല്ല കാര്യങ്ങൾ, അവരുടെ എനർജീസ് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ പരമാവധി അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിനൊരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഈ സ്വിമ്മിങ് പഠിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സ്കൂളിൽ ABCD ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ ശരിക്കും എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്വിമ്മിങ് പഠിച്ചത്. അപ്പം കോഴിക്കോടായിരുന്നു, ഞാൻ വളർന്നത് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് ടൗണിൽ ഒരു സ്വിമ്മിംഗ് പൂളാണുള്ളത്. അപ്പോൾ കോഴിക്കോട് എല്ലാ സ്വിമ്മിങ് പഠിച്ചത് എല്ലാവരും തന്നെ ആ ഒറ്റ പൂളിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പൂളിൽ അവിടുന്ന് ആ ഒരു പഠിച്ചതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം റെഗുലറായിട്ട് സ്വിമ്മ് ചെയ്യാത്തത് കൊണ്ട് ഇനിയിപ്പം സ്വിമ്മ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയൊരു കൺസേൺ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ അന്ന് സ്വിമ്മ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ മറ്റേ പോലീസ് അക്കാഡമിയിലെ ട്രെയിനിങ് ടൈമിലാണ് പിന്നെ അതിന് ശേഷം ഞാൻ ആക്ച്വലി സ്വിമ്മ് ചെയ്യുന്നത്. പക്ഷേ ഈ എന്താ പറയുക, എല്ലാവരും പറയുമല്ലോ ഇത്ര പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കില്ല എന്ന് പറയുമല്ലോ, അത് ശരിക്കും സത്യമാണ്. കാരണം ഞാൻ ആ 5ാം ക്ലാസ്സിൽ പഠിച്ച സംഭവം പിന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 15-20 ഇയേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തപ്പം ഈ പറഞ്ഞാൽ മറന്നില്ല, ആ സമയത്ത് അത് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് ഒരു തവണ നിങ്ങൾ ഈ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കതൊരു വളരെ വലിയ കോൺഫിഡൻസ് ആണ്. എവിടെ ചെന്നാലും നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് രക്ഷിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം എനിക്ക് സ്കൂൾ ടൈം ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും ഉണ്ടാവില്ല അല്ലേ. മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറിയും മുഖ്യ പരിശീലകനുമായ SP മുരളീധരൻ ജില്ലാ പോലീസ് മേധാവിയെ സ്വാഗതം ചെയ്തു. സെക്രട്ടറി ഡോക്ടർ R പൊന്നപ്പൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK ഗോപിക്കുട്ടൻ, നഗരസഭാ കൗൺസിലർ PS ശ്രീകുമാർ, DYSP S ഷാജി, CI G പ്രൈജു എന്നിവരും പങ്കെടുത്തു. കുട്ടികളുടെ നീന്തൽ പ്രകടനം വീക്ഷിച്ച് അവരെ അനുമോദിച്ചാണ് ചൈത്ര തെരേസ ജോൺ IPS മടങ്ങിയത്. ടൈം ന്യൂസ്, ചേർത്തല. കുവൈത്ത് ദുരന്തത്തിൽ മരണപ്പെട്ട ചെങ്ങന്നൂർ സ്വദേശി മാത്യു തോമസിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആദരാഞ്ജലി അർപ്പിച്ചു. പാണ്ടനാട്ടെ വീട്ടിലെത്തിയാണ് ജോർജ് കുര്യൻ ആദരാഞ്ജലി അർപ്പിച്ചത്. കുടുംബത്തെ സഹായിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി. കുവൈറ്റിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മാത്യു തോമസിൻ്റെ ചെങ്ങന്നൂരിലെ വസതിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ പാണ്ടനാടുള്ള വസതിയിൽ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചത്.
കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ സഹായങ്ങളും ബന്ധുക്കൾക്ക് അദ്ദേഹം ഉറപ്പു നൽകി. പരേതനായ നിരണം പ്ലാച്ചുവട്ടിൽ ഗീവർഗീസ് തോമസിൻ്റെയും മറിയാമ്മയുടെയും മകനാണ് മാത്യു തോമസ്. 30 വർഷമായി കുവൈറ്റിലെ ഷോപ്പിംഗ് മാളിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 2-ന് വൻമഴി യോർദാൻപുരം മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജോർജ് കൂറിനൊപ്പം BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, ദക്ഷിണമേഖലാ സെക്രട്ടറി കൃഷ്ണകുമാറും BJP പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഭക്തന് വെള്ളി കെട്ടിയ ഇടംപിരിശങ്ക ലഭിച്ചു. അമ്പലപ്പുഴ കക്കാഴം സ്വദേശിയായ വേണുവിനാണ് ഇത് ലഭിച്ചത്. ക്ഷേത്രത്തിൽ വർഷങ്ങളായി ശുചീകരണം ചെയ്തു വന്നിരുന്നയാളാണ് ഇദ്ദേഹം. കഴിഞ്ഞ ദിവസം കുളത്തിന്റെ വടക്ക് ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടയിലാണ് വേണുവിന് ഇത് ലഭിച്ചത്. സംഭവം വിവാദമായതോടെ ശംഖ് പോലീസ് സ്റ്റേഷനിലെത്തിക്കാൻ വേണുവിന് നിർദ്ദേശം നൽകി. അപ്പോൾ ഞാനിത് സ്റ്റേഷനിൽ കൊണ്ട് കൈമാറാനാണ് താല്പര്യപ്പെടുന്നത്. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് എടുക്കാനോ മറ്റോ, ഇത് ഭഗവാൻ്റെതായതുകൊണ്ട്, ഭഗവാന്റെ എന്തോ പൂജകൾക്ക് എടുത്തിരുന്നതുകൊണ്ട് ഇത് നശിച്ചു പോകാതെ, കുഴി അടിഞ്ഞ് താഴോട്ട് മറ്റേ വേസ്റ്റിൻ്റെ കൂടെ പോകാതെ, ഞാൻ ഈ ഭഗവാന്റെ അവിടെ കുറേ വർഷങ്ങളായിട്ട് കിഴക്കേ നടയൊക്കെ വൃത്തിയാക്കുകയും കണിക്കന്ന് വെക്കുകയും ചന്ദനം വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് ഫ്രീ ഉള്ള സമയം ഞാൻ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും. ആ സമയത്ത് അതുകൊണ്ടായിരിക്കാം ഭഗവാൻ എന്നെ വിളിച്ചിട്ട് കാണിക്കുകയും ഈ ഉച്ച സമയത്ത് എന്നെ ഇത് കാണിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുകയും ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ശംഖ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ളതല്ലെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള ഒരു ശംഖ് മാത്രമേ ക്ഷേത്രത്തിലുള്ളൂ എന്നും അത് പക്കലുണ്ടെന്നുമായിരുന്നു ദേവസ്വം ബോർഡ് അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് വിജിലൻസും തിങ്കളാഴ്ച ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി. ഏതാനും വർഷം മുൻപ് ഭഗവാന്റെ പതക്കവും ഇതേ രീതിയിൽ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ലഭിച്ചത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശംഖും ലഭിച്ചത്. ടൈം ന്യൂസ്, അമ്പലപ്പുഴ. ആലപ്പുഴയിലെ ചില മാധ്യമപ്രവർത്തകർക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി മുൻമന്ത്രി G. സുധാകരൻ. തൻ്റെ കയ്യിൽ ഗുണ്ടകൾ ഇല്ലാത്തതിനാലാണ്, അല്ലെങ്കിൽ അടികൊടുത്തേനെയെന്നും G. സുധാകരൻ പറഞ്ഞു. ഹരിപ്പാട്ടെ ഒരു ചടങ്ങിൽ നിന്ന് താൻ ഇറങ്ങിപ്പോയെന്ന വാർത്തയാണ് G. സുധാകരനെ പ്രകോപിപ്പിച്ചത്. ആലപ്പുഴയിലെ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു G. സുധാകരൻ. ഏഷ്യാനെറ്റ് വരുന്നു, സാറ് ഇറങ്ങിപ്പോയി, റിപ്പോർട്ടർ ചാനൽ ഞാൻ ഇറങ്ങിപ്പോയി, ഈ 2 ചാനലാണ് ഇവിടുത്തെ കാണിച്ചത്. ഏഷ്യാനെറ്റ് ചാനലിൽ മര്യാദക്കാരനായ ഒരു സ്ഥലം അയാൾ ഇവിടുന്ന് പോയി 2 ദിവസം മുമ്പ്. അയാളത് ചെയ്യില്ല. റിപ്പോർട്ടർ ചാനലിന്റെ MD ആയിട്ടുള്ള നികേഷ് കുമാർ എന്റെ വീട്ടിൽ വന്ന് എന്നെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. M. രാഘവൻ എന്റെ വീട്ടിൽ വന്ന് എടുത്തിട്ടുണ്ട് തൂക്കുളത്ത്. പക്ഷേ ആലപ്പുഴയിലെ ഇവർക്കാർക്കും ഒന്നും അറിയില്ല. ഞാൻ ഞാൻ ഇറങ്ങിപ്പോയി. ഇതാണ്. പിന്നെ എങ്ങനെ ഇറങ്ങിയല്ലേ പോകാൻ പറ്റുള്ളൂ, പറന്നു പോകാൻ പറ്റുള്ളൂ? എന്താ നിങ്ങളത് പ്രയോഗിച്ചപ്പോൾ തെറ്റായിട്ടല്ലേ പ്രയോഗിച്ചത്? നിങ്ങൾക്ക് ഭാഷ അറിയുമോ? സംസ്കാരമുണ്ടോ? രാഷ്ട്രീയമുണ്ടോ? പത്രപ്രവർത്തനം ABCD അറിയോ? മടക്കി വെച്ചിട്ട് പൊക്കോണം. എന്റെ ഈ ഗുണ്ടകളില്ല, അല്ലെ കയറി തല്ലു കൊടുക്കും. എനിക്ക് ഗുണ്ടകളുണ്ട്, ഇന്നേ വരെ എനിക്ക് ആവശ്യമില്ല. ഞാൻ ഗുണ്ടകളെ വിട്ട് ആരും തല്ലിക്കാറില്ല. ഗുണ്ടകൾ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, അവരെ ഇവർക്ക് പേടിയാണ്. ഇവർക്ക് പത്രപ്രവർത്തനം അറിയില്ല. ജേർണലിസം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയമായി യൂണിവേഴ്സിറ്റിയിൽ. അവിടെ പഠിച്ചവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല, അവർ പഠിച്ചിട്ടില്ല. CBC വാര്യർ അവാർഡ് വിതരണ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന വാർത്തയാണ് G. സുധാകരനെ ചൊടിപ്പിച്ചത്. ആലപ്പുഴയിലെ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ തനിക്കെതിരെ കള്ളവാർത്ത നൽകുകയാണ്. പരിപാടി വൈകിയതിനാൽ സംഘാടകരോട് പറഞ്ഞിട്ടാണ് താൻ മറ്റൊരു പരിപാടിക്ക് പോയത്. ഇതിനെയാണ് താൻ ഇറങ്ങിപ്പോയി, ബഹിഷ്കരിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിലർ വാർത്ത നൽകിയത്. തൻ്റെ കയ്യിൽ ഗുണ്ടകളുണ്ടായിരുന്നെങ്കിൽ അടികൊടുത്തേനെ എന്നും സുധാകരൻ പറഞ്ഞു. നരേന്ദ്രമോദി ശക്തനായ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞതിനെയും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു. ശക്തൻ എന്നതിൻ്റെ അർത്ഥം നല്ലതാണ് എന്നല്ലെന്നും G. സുധാകരൻ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് പറയാത്തത് പറഞ്ഞു. ഞാൻ മോഡിയെ ശക്തനെന്ന ഭരണാധികാരി എന്ന് വിളിച്ചു. മോഡി ഗീതം സ്തുതിച്ചു. ഇതാണ് 24-ന്റെ എന്താ തൊണ്ടപൊട്ടുവാൻ എലിമയെ പോലെ അമർന്ന ഒരു വാർത്ത പറയുന്ന ഒരാളുണ്ടല്ലോ, ഗർഭം കലക്കുന്ന ഒരാൾ. അവിടെ ശബ്ദം കേട്ട ഗർഭം കലങ്ങിപ്പോകും. അവിടെ വിചാരം വലിയ കാര്യമാണെന്നാണ്. ഇത് പിണറായി ഗവൺമെന്റിനെതിരാണ്, ഇത് പാർട്ടിക്കെതിരാണ്. പുള്ളികൾ പറയുകയാണ്. എന്താ ഞാൻ പറഞ്ഞത്? മോഡി ശക്തനായ ഭരണാധികാരിയാണ്, വലതുപക്ഷ ഭരണാധികാരി. പിന്നെ ദുർബലനായ എഴയുന്ന ഭരണാധികാരി എന്റെ മുഖത്ത് കാർക്കിച്ചു വെക്കും ആളുകൾ. ശക്തനായ ഭരണാധികാരി അല്ലേ? നല്ല ഭരണാധികാരിയാന്ന് ഞാൻ പറഞ്ഞില്ല. ഈ അർത്ഥം അവർക്ക് അറിയില്ല. നല്ലതും ശക്തി. ഹിറ്റ്ലർ ശക്തനായിരുന്നില്ലേ? സർസീപ്പ് ശക്തനായിരുന്നില്ലേ? മണ്ടന്മാരായിരുന്നോ? ശക്തി എന്ന് പറയുന്നത് എന്താണ്? ശക്തി മാത്രം പോരാ, സംഘടിച്ച് ശക്തരാകാൻ പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞു. അടുത്ത തവണ ആ ശക്തിയെ വിദ്യ കൊണ്ട് നൈർമല്യമുള്ളതാക്കി, വെണ്ണ പോലെ ആക്കിയില്ലേ പ്രയോജനമില്ല. പത്രക്കാരാ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ശക്തനായ ഭരണാധികാരി അല്ലേ? അതിനകത്ത് അയാളെ മോദി ഗീതമാണോ? അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലേ വലതുപക്ഷ ഭരണാധികാരി.
ജനാധിപത്യത്തിലെ ഏകാധിപതി എന്ന ഇന്റർവ്യൂലുള്ളതാണ്. 400 സീറ്റിലേറെ കിട്ടുമെന്ന് അയാൾ പറഞ്ഞ അഹങ്കാരിയാണ് അയാൾ. അതുകൊണ്ടാണ് അയാളുടെ സീറ്റ് കുറഞ്ഞത്. അപ്പം 3-2 ഇല്ല, കേവലവും ഇല്ല. ഇത് ഭരണഘടനയൊന്നും തിരുത്താൻ പറ്റത്തില്ല. ആശാന് തൊടാനൊക്കെ തെളിഞ്ഞോട്ടത്തൊക്കെ. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ രൂപതാ ബിഷപ്പായിരുന്ന ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പൊഴിക്ക് സ്മരണാഞ്ജലി. അർത്തുങ്കൽ ബസലിക്ക ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധാലുവായിട്ടുള്ള, അതേപോലെ തന്നെ പാവങ്ങളോട് ഏറ്റവും കരുണയുള്ള, ജനതയുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഏറ്റവും ശ്രദ്ധയാകർഷിച്ചു നിൽക്കുന്ന ഞങ്ങൾ ജനപ്രതിനിധികൾ എന്നതിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ ജനപ്രതിനിധി എന്നതിൽ ആലപ്പുഴ MLA ആയിരുന്നു, കേരളത്തിലെ മന്ത്രിയായിരുന്നു, MP ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. ഇവിടേക്ക് എവിടെയെങ്കിലുമൊക്കെ കുറേയേറെ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അതിനെനിക്ക് ഏറ്റവും പ്രേരണ നൽകിയിരിക്കുന്നത്, ഏറ്റവും നല്ല ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നത്, ഏറ്റവും നല്ല പിന്തുണ നൽകിയിരിക്കുന്നത് ആലപ്പുഴ രൂപതയും അവിടുത്തെ വൈദിക ശ്രേഷ്ഠരുമാണ് എന്നുള്ളത് അഭിമാനത്തോടെ തുറന്നു പറയാൻ എനിക്ക് കഴിയില്ല. അത്രമാത്രം നാടിൻ്റെ താല്പര്യങ്ങളിൽ ശ്രദ്ധാകേന്ദ്രമാകുന്ന, ശ്രദ്ധയോടെ നിൽക്കുന്ന, ഊന്നി നിൽക്കുന്ന സമൂഹമാണിത്. അതിൽ സ്റ്റീഫൻ പിതാവിൻ്റെ സേവനം, പങ്ക് നമുക്ക് എടുത്തു പറയാൻ കഴിയും. തീരദേശ മേഖലയുടെ സർവ്വതോന്മുഖമായ വികസനത്തിനായി അഹോരാത്രം പ്രയത്നിച്ച ബിഷപ്പായിരുന്നു ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പൊഴിയിലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും MP നിർവഹിച്ചു. തീരദേശവാസികളെ മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മുക്തമാക്കുന്നതിനായി ബിഷപ്പ് സ്റ്റീഫൻ അത്തിപ്പൊഴിയിൽ നടത്തിയ പരിശ്രമങ്ങൾ എന്നും സ്മരിക്കപ്പെടുമെന്ന് തുടർന്ന് സംസാരിച്ച ബിഷപ്പ് ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ പറഞ്ഞു. അർത്തുങ്കൽ ബസലിക്ക ഡയറക്ടർ ഡോക്ടർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിൽ, കൃപാസന ഡയറക്ടർ ഫാദർ VP ജോസഫ് വലിയവീട്ടിൽ, VG വിഷ്ണു, അൽഫോൺസ് പെരേര തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് അർത്തുങ്കൽ. ചേർത്തല, കഞ്ഞിക്കുഴി, പള്ളിപ്പുറം, പട്ടണക്കാട് തുടങ്ങിയ പ്രദേശങ്ങൾക്ക് പുറമെ തണ്ണീർമുക്കം പഞ്ചായത്തിലും കാക്കകൾ ചത്തുവീഴുന്നു. ജനങ്ങൾ ആശങ്കയിൽ. ആരോഗ്യവകുപ്പ് അധികൃതരെത്തി സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. തിങ്കളാഴ്ച രാവിലെ 10-ന് വാരനാട് മാക്ഡവൽ കമ്പനിക്ക് മുന്നിലാണ് കാക്കകൾ കൂട്ടത്തോടെ ചത്തുവീണത്. പ്രദേശവാസികൾ ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിച്ചു. ഞായറാഴ്ച കളരി പ്രദേശത്തും കാക്കകൾ കൂട്ടത്തോടെ ചത്തുവീണിരുന്നു. ആരോഗ്യവകുപ്പ് അധികൃതർ ഇവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് 5, 9 വാർഡുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാക്കകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ചേർത്തല നഗരസഭയുടെയും മുഹമ്മ ഗ്രാമപഞ്ചായത്തിൻ്റെയും സമീപ പഞ്ചായത്താണ് തണ്ണീർമുക്കം. മുഹമ്മ ഗ്രാമപഞ്ചായത്തിലും കാക്കകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. ഇതേക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രവീൺ G. പണിക്കർ. ഏതായാലും വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ മരിച്ചു വീഴുന്ന ജീവികളുമായി മറ്റു പക്ഷികൾക്കും മനുഷ്യർക്കും സമ്പർക്കം ഉണ്ടാകരുത് എന്നുള്ള വിവരം പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ എല്ലാ പൊതുജനങ്ങളെയും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തെരുവ് പട്ടികളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ മരണപ്പെട്ടു വീഴുന്ന പക്ഷികളെ അവ കടിച്ചു കൊണ്ടുപോയി മറ്റു സ്ഥലങ്ങളിലേക്ക് ഇടുന്നതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മരണങ്ങളുണ്ടായാൽ, പക്ഷികൾ ചാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളെയും ആരോഗ്യ വകുപ്പുകളെയും എല്ലാം അറിയിക്കുന്നതിനുള്ള ഒരു അറിയിപ്പ് എല്ലാ പൊതുജനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. അരനൂറ്റാണ്ടിലേറെ കാലമായി സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടാം. ലൈബ്രറി കൗൺസിൽ ചേർത്തല താലൂക്ക് സെക്രട്ടറി KP നന്ദകുമാർ. സൈക്കിൾ നന്ദകുമാറിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാണാം. അരനൂറ്റാണ്ടിലേറെ കാലമായി സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടാം. ലൈബ്രറി കൗൺസിൽ ചേർത്തല താലൂക്ക് സെക്രട്ടറി KP നന്ദകുമാർ. KP നന്ദകുമാറിന് സൈക്കിൾ സന്തത സഹചാരിയാണ്. സൈക്കിളില്ലാതെ നന്ദകുമാറിനെ കാണാൻ കഴിയില്ലെന്ന് പറയാം. KSEBയിൽ ഉദ്യോഗസ്ഥനായിരുന്ന കാലം മുതൽ നന്ദകുമാറിനോടൊപ്പം സൈക്കിൾ നിഴൽ പോലെയുണ്ട്. മറ്റുള്ളവർ വാഹനങ്ങളുടെ സൗകര്യം പ്രയോജനപ്പെടുത്തുമ്പോൾ അതിലൊന്നും ഭ്രമിക്കാതെ സൈക്കിളിലാണ് നന്ദകുമാറിൻ്റെ സഞ്ചാരം. മറ്റുള്ളവർ പൊതുപരിപാടികൾക്ക് എത്തുമ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി നന്ദകുമാർ അവിടെ ഹാജരുണ്ടാകും. ദിവസവുമുള്ള പ്ലാനിംഗ് ആണ് തൻ്റെ വിജയരഹസ്യമെന്ന് നന്ദകുമാർ പറയുന്നു. 1970 മുതൽ ഞാൻ സൈക്കിളിലാണ് യാത്ര ചെയ്തു വരുന്നത്. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കഴിയുന്നത്ര നമ്മൾ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ തന്നെ സൈക്കിളിൽ സഞ്ചരിച്ച് അത് ഒരു ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ളൊരു നമ്മുടെ പാരമ്പര്യമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ശീലമെന്ന നിലയിൽ തന്നെ നമ്മൾ കഴിവതും സൈക്കിളിൽ സഞ്ചരിച്ചാണ് നമ്മൾ പരമാവധി സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഈ എവിടെ എത്തിച്ചേരുന്ന സമയത്തിന് വളരെ മുൻപ് തന്നെ ആ സമയം ക്രമപ്പെടുത്തിക്കൊണ്ട് സൈക്കിളിൽ യാത്ര ചെയ്ത് ഈ പറഞ്ഞ
പരിപാടി കേന്ദ്രത്തിൽ എത്തിച്ചേരുക എന്നുള്ള ഒരു രീതിയാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത്. പരിപാടികൾക്ക് അരമണിക്കൂർ മുൻപെങ്കിലും എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലാണ് മറ്റു കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തുക. ഒട്ടും ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ മാത്രമാണ് വാഹനയാത്ര നടത്തുക. സൈക്കിൾ യാത്ര ഏറെ ആരോഗ്യദായകമെന്നാണ് നന്ദകുമാറിൻ്റെ പക്ഷം. മുൻകാലങ്ങളിൽ സൈക്കിളിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടുതലായിരുന്നു. അന്നത്തെ ആൾക്കാർക്കുണ്ടായിരുന്ന ആരോഗ്യം ഇന്ന് ഇല്ലെന്നതും വാസ്തവം. വ്യായാമമില്ലാത്തതും ആയാസരഹിതമായ യാത്രകളും ജനത്തെ ആരോഗ്യത്തിൽ നിന്ന് അകറ്റുന്നതായാണ് നന്ദകുമാർ പറയുന്നത്. നമ്മുടെ സൈക്കിൾ യാത്ര പ്രധാനമായിട്ടും കൊണ്ടുകിടക്കുന്ന ഒരു ആരോഗ്യ, പ്രത്യേകിച്ച് വ്യായാമത്തിന് ഏറ്റവും നന്നായിട്ട് പ്രയോജനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് സൈക്കിൾ യാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആ സൈക്കിൾ സംവിധാനം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ ഓരോ ദിവസവും ചെല്ലുന്തോറും കുറഞ്ഞു വരികയാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് ഉപയോഗം വളരെ കൂടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലാണെങ്കിലും സൈക്കിൾ യാത്ര കൂടുതലായിട്ട് ഇപ്പോൾ നമുക്കറിയാം. വിദേശികൾ നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കുമ്പോൾ അവരിപ്പോൾ പൊതുഗതാഗത സംവിധാനത്തെയോ അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് ടാക്സിയോ എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നിന്ന് മാറി അവർ സ്വന്തമായിട്ട് സൈക്കിൾ വിദേശത്ത് നിന്ന് തന്നെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ നമ്മുടേതായിട്ടുള്ള ഗ്രാമങ്ങൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമങ്ങളിൽ സൈക്കിളിൽ സഞ്ചരിക്കുന്ന ഒരു സംവിധാനമാണ് അവർ സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ ആ രീതിയിൽ സൈക്കിൾ യാത്ര എന്ന് പറഞ്ഞൊരു സുഖകരമായിട്ടുള്ള ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു സംഗതിയാണ്. സൈക്കിൾ യാത്രയുടെ മെച്ചങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങൾ തിരികെ പോകുന്നത് നമ്മൾ കാണേണ്ടതുണ്ടെന്ന് നന്ദകുമാർ പറഞ്ഞു. നമ്മുടെ നാട് കാണാനെത്തുന്ന വിദേശികൾ വാഹനങ്ങൾക്ക് പകരം സൈക്കിൾ ഉപയോഗിക്കുന്നത് എവിടെയും കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. വിനോദസഞ്ചാരികളായി എത്തുന്നവർ പലരും സൈക്കിളുമായാണ് എത്തുന്നത്. മുഹമ്മദ് ചെറുവാരണം മൂടൂർ മറ്റത്തിൽ താമസിക്കുന്ന നന്ദകുമാർ സൈക്കിൾ യാത്രയുടെ മെച്ചങ്ങളെക്കുറിച്ച് ആൾക്കാരെ ബോധവൽക്കരിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നു. ടൈം ന്യൂസ്, മുഹമ്മദ്. ചേർത്തല ചെങ്ങണ്ട ദേശാഭിമാനി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ആദരിക്കൽ ചടങ്ങും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. കഞ്ഞിക്കുഴി കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാരനാട് ചെങ്ങണ്ടയിൽ പ്രവർത്തിക്കുന്ന ദേശാഭിമാനി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും ഉന്നത വിജയികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് ചെങ്ങണ്ട മാളികപ്പറമ്പ് പുരയിടത്തിൽ സംഘടിപ്പിച്ച പരിപാടി കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ ഒരു 2 കുറച്ച് ബുക്ക് കിട്ടിയപ്പോൾ നമ്മൾ വലിയ പ്രയാസമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നത്. പക്ഷേ എങ്കിൽ പോലും 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ഈ പ്രദേശത്തെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി അടങ്ങുന്ന ഈ നാടിനകത്തെ കുട്ടികളെ ഇവിടെ വിളിച്ച് അവർക്കൊരു പ്രോത്സാഹനം ചെയ്യുക. അതോടൊപ്പം തന്നെയാണ് ഈ പ്രദേശത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള മിടുക്കികളായിട്ടുള്ള കുട്ടികളെ ആദരിക്കുകയും ചെയ്യും. അതെല്ലാം ഒരു പ്രചോദനത്തിന്റെ ഭാഗമാണ്. നമുക്ക് എന്തെല്ലാം ആദരവ് കിട്ടിയെന്ന് പറഞ്ഞാൽ, എവിടെ നിന്നെല്ലാം കിട്ടിയെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാടിനകത്ത് നമ്മുടെ അയൽക്കാർ, നമ്മുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവർ, നമ്മുടെ അടുത്തുള്ളവർ നമ്മളെ ആദരിക്കുമ്പോഴാണ് അത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടാകും. ചടങ്ങിൽ ദേശാഭിമാനി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, ഗ്രാമപഞ്ചായത്ത് അംഗം രജിമോൾ പ്രസാദ്, വാരനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AK പ്രസന്നൻ, MV സുധാകരൻ, ഡോക്ടർ സത്യപ്രസാദ്, MD കുഞ്ഞുമോൻ, P ജയേഷ്, R രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിർമ്മാണം പൂർത്തിയായ സ്മാർട്ട് അംഗൻവാടി നാടിന് സമർപ്പിച്ചു. എച്ച് സലാം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 17 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്മാർട്ട് അംഗൻവാടി നിർമ്മിച്ചത്. കൃഷിമന്ത്രി P പ്രസാദ് അംഗൻവാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അമ്പലപ്പുഴ മണ്ഡലത്തിലെ അംഗൻവാടികളെല്ലാം സ്മാർട്ട് അംഗൻവാടികളാക്കുന്നതിൻ്റെ ഭാഗമായി എച്ച് സലാം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കിയ അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. 2ാം വാർഡിൽ 17 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ 61ാം നമ്പർ സ്മാർട്ട് അംഗൻവാടിയാണ് മന്ത്രി P പ്രസാദ് നാടിന് സമർപ്പിച്ചത്. നമ്മൾ പലപ്പോഴും അത്ര പരിഗണന ഇതിന് കൊടുക്കാറില്ലെന്നുള്ളതാണ് ഈ അംഗൻവാടി. നമ്മൾ വേറെ എല്ലാത്തിനും നമ്മൾ താല്പര്യം കൊടുക്കും. പക്ഷെ അങ്ങനെയല്ല, അംഗൻവാടിക്ക് നല്ല താല്പര്യം കൊടുക്കേണ്ടത്. കാരണം ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കും, മുതിർന്നവരെ നോക്കല്ലെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ പഠിക്കാനുള്ള പ്രയാസം കുറവാണ്. ഈ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ വേറെ അതൊന്നല്ല പറഞ്ഞത്.
ഈ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നു, ആ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എത്ര സംശയങ്ങളായിരിക്കും ഈ കുഞ്ഞുങ്ങൾ ചോദിക്കും. ഈ ഓമന ടീച്ചറിൻ്റെ ആഫീസ് കൊടുക്കും ഈ കുഞ്ഞുങ്ങൾ ചോദിക്കാൻ തീരുമാനിച്ചില്ല അല്ലേ? നമ്മളോട് തന്നെ നമ്മുടെ വീട്ടിൽ ചോദിക്കും നമുക്ക് എന്തായിരിക്കും. അപ്പോൾ ഒരാളല്ല, രണ്ടാളുമല്ല, ഇത്രയും കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കുന്നു. ആ കുഞ്ഞുങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നു, ആ കുഞ്ഞുങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നു, ആ കുഞ്ഞുങ്ങളെ പലതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, ആ കുഞ്ഞുങ്ങൾക്കൊരു ചിട്ടയും ഒക്കെ വരുത്തി കൊടുക്കുന്നു. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു അംഗൻവാടിയിലാണ്. അപ്പോൾ ആ അംഗനവാടി ഏറ്റവും നല്ലതായിരിക്കണം. പണ്ടത്തെ പോലെ ഏതെങ്കിലും ഒരു കുടിസ് മുറിക്കകത്ത് ഒരു ടീച്ചറും കുറച്ച് കുഞ്ഞുങ്ങളും കൂടി ഇരിക്കുന്ന ഏതോ ഒരിടമാണെന്നല്ല നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉയർച്ചയ്ക്ക് നന്നേ ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഇടത്തിനും ആ ഇടമാണ് ഏറ്റവും ഗൗരവതരമായി കാണേണ്ടത്. അവിടെ ഏറ്റവും വലിയ പരിഗണന അംഗനവാടികൾക്കും അംഗനവാടി ടീച്ചർക്കും കൊടുക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അംഗനവാടി നമ്മളത് ഒട്ടും ഇതായി കണക്കാക്കാൻ പാടില്ല, കുറച്ച് കാണാൻ പാടില്ലാത്തതാണ്. അംഗനവാടിക്ക് അത്രയും വലിയ പ്രാധാന്യം ഉണ്ട്. ലോകത്ത് പലയിടത്തും ഈ പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഗൗരവതരമായി തന്നെ കാണുന്നുണ്ട്. അടിസ്ഥാന വികസന രംഗത്തെന്നതുപോലെ ഏറെ പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് അംഗനവാടികളുടെ വികസനമെന്ന് മന്ത്രി പറഞ്ഞു. പരേതനായ ഈരയിൽ വീട്ടിലെ റിട്ടയർഡ് അധ്യാപിക സരോജിനിയമ്മ സൗജന്യമായി നൽകിയ 3 സെന്റ് സ്ഥലത്താണ് അംഗനവാടി നിർമ്മിച്ചത്. ഹാൾ, അടുക്കള, ശുചിമുറി, സ്റ്റോർ റൂം, വരാന്ത എന്നീ സൗകര്യങ്ങളോടെയാണ് അംഗൻവാടി പൂർത്തിയാക്കിയത്. SSLC, +2 ഉന്നത വിജയികളെയും സമ്മേളനത്തിൽ മന്ത്രി അനുമോദിച്ചു. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ V. അനിത, G. വേണുലാൽ, പഞ്ചായത്ത് അംഗങ്ങളായ K. സിയാദ്, K. കവിത, S. ശ്രീകുമാർ, ICDS സൂപ്പർവൈസർ റസൽ ബിന്ദ്, പഞ്ചായത്ത് സെക്രട്ടറി G. രാജ്കുമാർ, കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ബോർഡ് അംഗം A. ഓമനക്കുട്ടൻ, സരോജിനി അമ്മയുടെ ബന്ധു ഡോക്ടർ സുഭാഷ് ഭാസ്കരൻ പിള്ള, മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ സ്വാഗതം പറഞ്ഞു. ടൈനൂസ്, അമ്പലപ്പുഴ. അടിയന്തരാവസ്ഥയിലെ തടവുകാരനും MLP-യായി റെഡ് ഫ്ലാഗ് മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന MM ഗോപാലന് സ്മരണാഞ്ജലി. ചേർത്തലയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് സംസ്ഥാന സെക്രട്ടറി PV ഉണ്ണിച്ചക്കൻ ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥയിലെ തടവുകാരനും MLP-യായി റെഡ് ഫ്ലാഗ് മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന MM ഗോപാലന്റെ 4ാമത് ചരമവാർഷികവും പഠനോപകരണ വിതരണവും നടന്നു. സംസ്ഥാന സെക്രട്ടറി PC ഉണ്ണിച്ചക്കൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്ക് വേണ്ടി മറ്റെന്തിനേക്കാളുപരി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന മനുഷ്യരെയാണ് പൊതുപ്രവർത്തകർ, ജനങ്ങൾ പൊതുപ്രവർത്തകരായി അറിയാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ മത്സ്യത്തെ പോലെ ജീവിക്കുന്നവരെ കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ള ഒരു സങ്കല്പവും വിശ്വാസവും. നിങ്ങൾക്ക് വലിയ തോതിൽ ഇടിച്ചിൽ തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അങ്ങനെ ജീവിച്ച് തെളിയിച്ച ഒരു സഖാവിൻ്റെ ഓർമ്മ ദിനം നമ്മളിവിടെ ആചരിക്കുന്നത്. ആലപ്പുഴയിലെ വിപ്ലവസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതിസന്ധികളും നേരിട്ടപ്പോഴും രാഷ്ട്രീയമായ ദൃഢചിത്തതയോടുകൂടി പാർട്ടിക്കൊപ്പം സഖാവ് ഉറച്ചു നിൽക്കും. ചേർത്തല അഴീക്കോടൻ സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി KV ഉദയഭാനു അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം സലിം ബാബു, കേന്ദ്ര കമ്മിറ്റി അംഗം ചാൾസ് ജോർജ്, KI ജോസഫ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CS രാജു, VJ പോൾ, രാജു പോൾ, D പ്രകാശൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ടൈനൂസ്, ചേർത്തല. തുറവൂർ വളമംഗലം തെക്ക് SNDP ശാഖയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. SNDP ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ T. അനിയപ്പൻ കർമ്മകർമ്മം നിർവഹിച്ചു. വളമംഗലം തെക്ക് 583 നമ്പർ SNDP ശാഖായോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം വരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. LP മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 4-ന് ശാഖാംഗലത്തിൽ നടന്ന പരിപാടി SNDP ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ T. അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു. ശാഖ അതിർത്തിയിൽപ്പെട്ട 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഗുരുസ്മരണയോടെ ആരംഭിച്ച പരിപാടിയിൽ ശാഖാ പ്രസിഡന്റ് VS ഉദയപ്പൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം അരൂർ മേഖലാ കൺവീനർ KM മണിലാൽ മുഖ്യപ്രഭാഷണം നടത്തി. തുറവൂർ പുത്തഞ്ചന്ത ഭാരതവിലാസം SNDP സെക്രട്ടറി റജി, ശാഖാ സെക്രട്ടറി PV വിജിത്ത്, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് KC രാജേഷ്, വനിതാ സംഘം പ്രസിഡന്റ് വിജി ഹരിദാസ്, സെക്രട്ടറി ലൈജ പ്രസീതൻ, TB ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ടൈനൂസ്, തുറവൂർ.
ചേർത്തല കുറുപ്പംകുളങ്ങര മാധവപ്പള്ളിൽ കുടുംബത്തിൻ്റെ 7ാമത് കുടുംബയോഗവും വാർഷികവും നടന്നു. ചേർത്തല NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. മുരളീകൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മാധവപ്പള്ളിൽ കുടുംബത്തിൻ്റെ വാർഷികത്തിലും കുടുംബസംഗമത്തിലും നിരവധി പേർ പങ്കെടുത്തു. ചേർത്തല NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പണ്ടൊരു കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ട് മനസ്സിലെ എല്ലാ ബുദ്ധിമുട്ടുകളോ വിഷമതകളോ എല്ലാം മാറ്റിക്കൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ചിരുന്ന് സല്ലപിക്കുന്നതിനും ഒരുമിച്ച് ഉള്ള കാര്യങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ദേശങ്ങളിലെല്ലാം താമസിക്കുന്നവരാണെങ്കിലും അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ എല്ലാം വിശേഷങ്ങളുമെല്ലാം പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു വേദിയായി കുടുംബങ്ങൾ. ഇന്നതെല്ലാം മാറി. ഇന്ന് ഞാൻ ദീർഘമായതിലേക്കൊന്നും പോകുന്നില്ല. കാരണം ഇതെല്ലാം കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ നമ്മളുടെ എല്ലാ ഭാഗത്തും വന്നതിൻ്റെ പരിണതഫലമാണ് നമ്മുടെ കുടുംബങ്ങളിലുമെല്ലാം ഉള്ളത്. എന്തിനധികം പറയുന്നു, സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുവാനോ നാമം ജപിക്കുവാനോ പോലുമുള്ള സമയം നമുക്കെല്ലാം ആരും ആരുടെയും കുറ്റമായിട്ട് പറയുകയല്ല, അതിന് പോലും നമുക്ക് സമയമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും നല്ല ഒരു മാതൃക, അത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, മൺമറഞ്ഞു പോയ ഈ കുടുംബത്തിന് വേണ്ടി അനേകം യാതനകൾ അല്ലെങ്കിൽ അനേകം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ച മൺമറഞ്ഞ മഹാരഥന്മാരെ മുഴുവൻ അവരുടെ എല്ലാം ചിത്രങ്ങൾ ഇവിടെ വച്ചുകൊണ്ട് ഈ ഒരു ദിവസം അവരുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് നടത്തുന്ന ഈ ഒരു പ്രവൃത്തി, സത്യത്തിൽ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അത് ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ഇതിന് തയ്യാറായ ഈ കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രസിഡന്റ് ഗോപിനാഥൻ അധ്യക്ഷനായി. പാലാ NSS യൂണിയൻ സെക്രട്ടറി രാജഗോപാൽ ആശംസകൾ അർപ്പിച്ചു. കുടുംബത്തിൻ്റെ രക്ഷാധികാരി ഗോപാലകൃഷ്ണ പണിക്കർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. സെക്രട്ടറി സുരേഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. വയലാർ കോയിക്കൽ ക്ഷേത്രത്തിലെ ദുർഗാദേവി പ്രതിഷ്ഠ ചൊവ്വാഴ്ച നടക്കും. ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോയിക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉപദേവതയായ ദുർഗാദേവിയുടെ പ്രതിഷ്ഠയാണ് ഈ വരുന്ന 18-ാം തീയതി രാവിലെ 5:30-നും 5:50-നും മധ്യേയുള്ള മുഹൂർത്തത്തിൽ നടത്തുന്നത്. 16, 17, 18 എന്നീ 3 ദിവസങ്ങളിലായി ക്ഷേത്രം തന്ത്രികളായ ബ്രഹ്മശ്രീ പരവൂർ രാകേഷ് തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകളെല്ലാം നടക്കുന്നത്. ഈ ക്ഷേത്ര നിർമ്മാണം കോവിഡ് കാലത്തായിരുന്നു ആരംഭിച്ചത്. അതിൻ്റെ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം അത് കുറച്ച് വൈകിയാണ് നമുക്ക് അതിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ ഇപ്പോൾ നടത്തുവാൻ സാധിച്ചത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ദേവസ്വം കമ്മിറ്റി ഭാരവാഹികളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പല നിർമ്മാണം, ആ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കുവാൻ കഴിയണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. അത് ഈ നാട്ടിലെ നല്ലവരായ ഭക്തജനങ്ങളുടെയും എല്ലാ ആളുകളുടെയും സഹകരണത്തോടുകൂടി വളരെയധികം നന്നായി തന്നെ അത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വയലാർ കോയിക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ദുർഗാദേവി പ്രതിഷ്ഠാ ചടങ്ങുകൾ ജൂൺ 18-ന് ചൊവ്വാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചൊവ്വാഴ്ച പുലർച്ചെ 5-നും 5:30-നും മധ്യയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ. തുടർന്ന് കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും. അഡ്വക്കേറ്റ് VN അജയൻ പ്രസിഡന്റായും KN യദു സെക്രട്ടറിയായും VG ജയചന്ദ്രൻ ട്രഷററായുമുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവുമായി മുസ്ലിം സഹോദരങ്ങൾ ബക്രീദ് അഥവാ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ജുമാ മസ്ജിദുകളിലെല്ലാം വിപുലമായ ചടങ്ങുകൾ, സ്നേഹവും സൗഹാർദ്ദവും പങ്കുവച്ച് വിശ്വാസികൾ. കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ട ചെങ്ങന്നൂർ സ്വദേശി മാത്യു തോമസിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആദരാഞ്ജലി അർപ്പിച്ചു. പാണ്ടനാട്ടെ വീട്ടിലെത്തിയാണ് ആദരാഞ്ജലി അർപ്പിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി. ആലപ്പുഴയിലെ ചില മാധ്യമപ്രവർത്തകരെ രൂക്ഷമായി വിമർശിച്ച് മുൻമന്ത്രി G. സുധാകരൻ. തൻ്റെ കയ്യിൽ ഗുണ്ടകൾ ഇല്ലാത്തതിനാലാണ്, അല്ലെങ്കിൽ അടി കൊടുപ്പിച്ചേനെയെന്നും G. സുധാകരൻ. ചേർത്തല പഴങ്കുളത്ത് നടക്കുന്ന നീന്തൽ പരിശീലന ക്യാമ്പിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ സന്ദർശനം നടത്തി. ജലദുരന്തങ്ങൾ നേരിടാൻ നീന്തൽ പരിശീലനം യുവാക്കൾക്ക് കരുത്തു പകരുമെന്ന ജില്ലാ പോലീസ് മേധാവി. ആലപ്പുഴ രൂപതാ ബിഷപ്പായിരുന്ന ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പുഴയ്ക്ക് അർത്തുങ്കലിൽ സ്മരണാഞ്ജലി. അർത്തുങ്കൽ ബസലിക്ക ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു.
ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.